തമിഴകത്തെ അമ്പരപ്പിച്ച പ്രദീപ് രംഗനാഥൻ നായകനായ ചിത്രമായിരുന്നു ഡ്രാഗൺ. ആഗോളതലത്തിൽ ഇതിനകം തന്നെ ചിത്രം 146 കോടിയാണ് നേടിയത്. ഇന്ത്യയിൽ നിന്ന് മാത്രം 114.7 കോടി രൂപ ഡ്രാഗൺ നേടിയെന്നാണ് റിപ്പോർട്ടുകൾ. വമ്പന്മാരെയും അമ്പരപ്പിച്ചാണ് പ്രദീപ് രംഗനാഥൻ ചിത്രത്തിന്റെ മുന്നേറ്റം. ചിത്രം ബ്ലോക്ക് ബസ്റ്റർ ആയിരിക്കുമെന്ന് തമിഴ് താരം ചിമ്പു അടക്കമുള്ളവർ അഭിപ്രായപ്പെട്ടിരുന്നു. അശ്വത് മാരിമുത്തുവിന്റെ സംവിധാനത്തിലെത്തിയ ചിത്രത്തിൽ അനുപമ പരമേശ്വരനായിരുന്നു നായിക കഥാപാത്രത്തെ അവതരിപ്പിച്ചത്. ഇപ്പോഴിതാ ചിത്രത്തിന്റെ OTT റിലീസ് സംബന്ധിച്ച വാർത്തകളാണ് പുറത്തുവരുന്നത്. മാർച്ച് 21-ന് ഡ്രാഗൺ നെറ്റ്ഫ്ലിക്സിലൂടെ OTT-യിലെത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ലവ് ടുഡേ എന്ന ഹിറ്റിന് ശേഷം പ്രദീപ് രംഗനാഥൻ നായകനായി എത്തിയ ചിത്രമാണ് ഡ്രാഗൺ. പ്രദീപ് രംഗനാഥൻ എഴുതി സംവിധാനം ചെയ്ത പ്രധാന വേഷത്തിലെത്തിയ ലവ് ടുഡേ നിർമ്മിച്ച AGS എന്റർടൈൻമെന്റ് തന്നെയാണ് ഡ്രാഗണും നിർമ്മിച്ചിരിക്കുന്നത്. സംവിധായകൻ ഗൗതം വസുദേവ് മേനോനൊപ്പം ചിത്രത്തിൽ മിഷ്കിൻ KS രവികുമാർ, കയാദു ലോഹർ, മുരുകേശൻ, വിജയ് സിന്ധു, ഇന്ദുമതി എന്നിവരും ചിത്രത്തിൽ വേഷമെടുത്തു. ലിയോൺ ജെയിംസ് ആണ് സംഗീത സംവിധാനം. തമിഴിൽ അനുപമ പരമേശ്വരന്റേതായി മുമ്പെത്തിയ ചിത്രം സൈറണാണ്. ജെയിം രവിയാണ് നായകനായി എത്തിയിരുന്നത്. കീർത്തി സുരേഷ്, സമുദ്രകനി, ഉദയ മഹേഷ്, സുജാത, ലല്ലു, യുവന, പാർത്ഥവി, പ്രിയദർശിനി രാജ്കുമാർ, അജയ്, ഇന്ദുമതി മണികണ്ഠൻ എന്നിവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. സംവിധാനം ആന്റണി ഭാഗ്യരാജ് നിർവഹിക്കുമ്പോൾ ചിത്രത്തിന് GV പ്രകാശ് കുമാർ സംഗീതം പകരുകയും സെൽവകുമാർ SK ഛായാഗ്രഹണം നിർവഹിക്കുകയും ചെയ്തിരുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.